Hello dear students. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് ഓർ LSR. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത് എ മെത്തേഡ് ഇൻ വിച്ച് ഈച്ച് റൂട്ടർ ഷെയർസ് ഇറ്റ്സ് നെയ്ബർഹുഡ് ഇൻഫർമേഷൻ വിത്ത് എവറി അതർ റൂട്ടർ ഇൻ ദ ഇൻ്റർ നെറ്റ്വർക്ക്. ഒരു ഇൻ്റർ നെറ്റ്വർക്കിലുള്ള ഓരോ റൂട്ടറും അതിൻ്റെ നെയ്ബർഹുഡ് ഇൻഫർമേഷൻ ആ ഇൻ്റർ നെറ്റ്വർക്കിലുള്ള എവറി അതർ റൂട്ടറായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം ഈ LSRൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് 5 പാർട്സ്. എന്തൊക്കെയാണ്? ഓരോ റൂട്ടറും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഡിസ്കവർ ഇറ്റ്സ് നെയ്ബേഴ്സ് ആൻഡ് ലേൺ ദർ നെറ്റ്വർക്ക് അഡ്രസ്. അതായത് 5 സ്റ്റെപ്സാണ് നമുക്കുള്ളത്. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ 5 സ്റ്റെപ്സാണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ലേണിംഗ് അബൌട്ട് ദ നെയ്ബേഴ്സ്. Learning about the neighbors, that is discover its neighbors and learn their network addresses. ആ ഒരു റൂട്ടറിൻ്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണ് അവർ ഡിസ്കവർ ചെയ്യുക, നെറ്റ്വർക്ക് അഡ്രസ്സസ് ലേൺ ചെയ്യുക. സോ ഫസ്റ്റ് വൺ ഇസ് ലേണിംഗ് അബൌട്ട് നെയ്ബേഴ്സ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് മെഷറിംഗ് ലിങ്ക് കോസ്റ്റ്, ദാറ്റ് ഇസ് മെഷർ ദ ഡിസ്റ്റൻസ് ഓർ കോസ്റ്റ് മെട്രിക് ടു ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ്. ഓരോ റൂട്ടറിനും അതിൻ്റെ നെയ്ബേഴ്സിലോട്ട് പോകുന്ന ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കോസ്റ്റ് മെട്രിക് മെഷർ ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മെഷറിംഗ് ലിങ്ക് കോസ്റ്റ്. ദെൻ തേർഡ് സ്റ്റെപ്പ് ഇസ് ബിൽഡിംഗ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ്. ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് അല്ലെങ്കിൽ LSP മീൻസ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് ബിൽഡ് ചെയ്യുക. അതാണ് തേർഡ് സ്റ്റെപ്പ്. ദാറ്റ് ഇസ് കൺസ്ട്രക്ട് എ പാക്കറ്റ് ടെല്ലിംഗ് ഓൾ ഇറ്റ് ഹാസ് ജസ്റ്റ് ലേൺഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ലേൺ ചെയ്തത്, ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പാക്കറ്റ് കൺസ്ട്രക്ട് ചെയ്യുക. ആ പാക്കറ്റിൻ്റെ പേരാണ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്താണ്? ബിൽഡിംഗ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടിംഗ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ്. ഈ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് സെൻഡ് ദിസ് പാക്കറ്റ് ടു ആൻഡ് റിസീവ് പാക്കറ്റ്സ് ഫ്രം ഓൾ അതർ റൂട്ടേഴ്സ്. എല്ലാ റൂട്ടേഴ്സിലോട്ടും സെൻഡ് ചെയ്യുക, എല്ലാ റൂട്ടേഴ്സിൽ നിന്നും റിസീവ് ചെയ്യുക. ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദ ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് കമ്പ്യൂട്ടിംഗ് ദ ഷോർട്ടസ്റ്റ് റൂട്ട്സ്. ഈ റൂട്ടേഴ്സ് തമ്മിലുള്ള കോസ്റ്റ് മെട്രിക്കും ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് നോക്കിയിട്ട് ഷോർട്ടസ്റ്റ് റൂട്ട് കമ്പ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ഫിഫ്ത്ത് വൺ. That is compute the shortest path to every other router. So what are the 5 steps? First step is learning about the neighbors. Second step is measuring link cost. Third step is building LSP or link state packets. Fourth step is distributing link state packets. And fifth step is computing the shortest route. ഇത്രയാകുമ്പോഴത്തേക്ക് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് തീരും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ലേണിംഗ് അബൌട്ട് നെയ്ബേഴ്സിനെ കുറിച്ച് ലേൺ ചെയ്യാൻ. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഇസ് വെൻ എ റൂട്ടർ ഇസ് ബൂട്ടഡ് ഇറ്റ്സ് ഫസ്റ്റ് ടാസ്ക് ഈസ് ടു ലേൺ ഹൂ ഇറ്റ്സ് നെയ്ബേഴ്സ് ആർ. അപ്പം ഒരു നെറ്റ്വർക്കിനെ ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ ഒരു ടാസ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ സെൻഡിങ് എ സ്പെഷ്യൽ ഹലോ പാക്കറ്റ്. ഒരു ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്യുക. ഓരോ പോയിന്റ് ടു പോയിന്റ് ലൈനിലോട്ടും ഒരു സ്പെഷ്യൽ ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്യുക. അപ്പോൾ റൂട്ടർ ഓൺ ദ അതർ ഹാൻഡ്, അപ്പോൾ ഒരു റൂട്ടർ ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ദ റൂട്ടർ ഓൺ ദ അതർ ഹാൻഡ് ഇസ് എക്സ്പെക്റ്റഡ് ടു സെൻഡ് ബാക്ക് എ റിപ്ലൈ ടെല്ലിംഗ് ഹൂ ഇറ്റ് ഈസ്. ആരാണെന്ന് പറയുന്ന ഒരു റിപ്ലൈ അതർ എൻഡിൽ നിന്ന് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈ റൂട്ടർ എന്ത് ചെയ്യും? ഒരു ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്യും. ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പം ഏത് റൂട്ടറാണ് അത്? ഈ റൂട്ടറാണോ ഏത് റൂട്ടറാണ് അത് റിസീവ് ചെയ്യുന്നത് വിൽ സെൻഡ് ബാക്ക് എ റിപ്ലൈ ടെല്ലിംഗ് ഹൂ ഇറ്റ് ഈസ്. ഓക്കെ, ദാറ്റ് ഈസ് ലേണിംഗ് അബൌട്ട് ദ നെയ്ബേഴ്സ്. ഞാനാണ്. ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ മറ്റേ റൂട്ടർ പറയും ഇത് ഞാനാണ് എന്നൊരു റിപ്ലൈ സെൻഡ് ബാക്ക് ചെയ്യും. ദിസ് ഈസ് ഓൾ അബൌട്ട് ലേണിംഗ് അബൌട്ട് നെയ്ബേഴ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് മെഷറിംഗ് ലിങ്ക് കോസ്റ്റ്. ലിങ്ക് കോസ്റ്റ് മെഷർ ചെയ്യുക. ലിങ്ക് കോസ്റ്റ് മീൻസ് അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കോസ്റ്റ് മെട്രിക് ടു ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ്.
Okay, that is, each router must know a reasonable estimate of the delay to each of its neighbors. Delay of links may be factored into cost. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ റൂട്ടറിനും ഒരു എസ്റ്റിമേറ്റ് ഓഫ് ദ ഡിലേ അറിഞ്ഞിരിക്കണം ഓരോ നെയ്ബേഴ്സിലോട്ടും. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡിലേ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇസ് ടു സെൻഡ് എ സ്പെഷ്യൽ എക്കോ പാക്കറ്റ് ഓവർ ടു നെയ്ബേഴ്സ് ദാറ്റ് ദ അതർ സൈഡ് ഇസ് റിക്വയർഡ് ടു സെൻഡ് ബാക്ക് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ എന്ത് പാക്കറ്റാണ് സെൻഡ് ചെയ്യുന്ന? ഒരു എക്കോ പാക്കറ്റ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു റീസണബിൾ എസ്റ്റിമേറ്റ് ഓഫ് ദ ഡിലേ കണ്ടുപിടിക്കുന്നത്? ബൈ മെഷറിംഗ് ദ റൗണ്ട് ട്രിപ്പ് ടൈം ആൻഡ് ഡിവൈഡിങ് ഇറ്റ് ബൈ 2. സെൻഡിങ് റൂട്ടർ can get a reasonable estimate of the delay. Okay, so അങ്ങനെ നമുക്ക് estimate of the delay calculate ചെയ്യാം. Okay, issue is whether to take the load into account when measuring the delay. നമ്മൾ ഡിലേ മെഷർ ചെയ്യുമ്പോഴത്തേക്കും ലോഡ് എടുക്കണോ വേണ്ടയോ, അതാണ് ഇഷ്യൂ എന്ന് പറയുന്നത് ഡിലേ മെഷർ ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, ടു ഫാക്ടർ ദ ലോഡ് ഇൻ ദ റൗണ്ട് ട്രിപ്പ് ടൈമർ മസ്റ്റ് ബി സ്റ്റാർട്ടഡ് വെൻ ദ എക്കോ പാക്കറ്റ് ഇസ് ക്യൂഡ്. എക്കോ പാക്കറ്റ് എപ്പോഴാണ് സെൻഡ് ചെയ്യുന്നത്? ഒരു നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ഡിലേ ടു ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം ഓരോ റൂട്ടറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എക്കോ പാക്കറ്റ് നെയ്ബേഴ്സിന് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം വെൻ ദ എക്കോ പാക്കറ്റ് ഇസ് ക്യൂഡ്, ഈ റൗണ്ട് ട്രിപ്പ് ടൈമർ മസ്റ്റ് ബി സ്റ്റാർട്ടഡ്. അപ്പോൾ ലോഡിൻ ചെയ്യണമെങ്കിൽ ആ എക്കോ പാക്കറ്റ് ക്യൂ ചെയ്യുമ്പോഴത്തേക്കും റൗണ്ട് ട്രിപ്പ് ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. ഇനി ആ ലോഡിനെ ഇഗ്നോർ ചെയ്യണമെങ്കിൽ ഈ ടൈമർ ഷുഡ് ബി സ്റ്റാർട്ടഡ് വെൻ ദ എക്കോ പാക്കറ്റ് റീച്ചസ് ദ ഫ്രണ്ട് ഓഫ് ദ ക്യൂ. എക്കോ പാക്കറ്റ് ഫ്രണ്ട് ഓഫ് ദ ക്യൂവിൽ എത്തുവാണെങ്കിൽ ടൈമർ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോഡിനെ ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ടു ഇഗ്നോർ ദ ലോഡ്, ഇപ്പോൾ ലോഡിനെ ഇഗ്നോർ ചെയ്യണമെങ്കിൽ ടൈമർ ഷുഡ് ബി സ്റ്റാർട്ടഡ് എപ്പോൾ? വെൻ ദ എക്കോ പാക്കറ്റ് റീച്ചസ് ദ ഫ്രണ്ട് ഓഫ് ദ ക്യൂ. എക്കോ പാക്കറ്റ് ഫ്രണ്ട് ഓഫ് ദ ക്യൂവിൽ എത്തുമ്പോഴാണ് ടൈമർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ലോഡിനെ ഇഗ്നോർ ചെയ്യാം. അല്ലെങ്കിൽ വി നീഡ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ലോഡ് ഓൾസോ. ഓക്കെ, ഇങ്ങനെയാണ് മെഷറിംഗ് ലിങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മെഷറിംഗ് ദ ഡിസ്റ്റൻസ് കോസ്റ്റ് മെട്രിക് ടു ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ്. Then third step is building link state packets. Link state packets or LSP. അപ്പം നമ്മൾ വൺസ് ദ ഇൻഫോർമേഷൻ ഫോർ ദ എക്സ്ചേഞ്ച് ഹാസ് ബീൻ കളക്റ്റഡ്, അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഇൻഫോർമേഷനൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു പാക്കറ്റ് ബിൽഡ് ചെയ്യുക. എന്താണ് ആ പാക്കറ്റ്? പാക്കറ്റ് ടെല്ലിങ് ഓൾ ഇറ്റ് ഹാസ് ജസ്റ്റ് ലേൺ. എന്തൊക്കെ കാര്യങ്ങൾ ലേൺ ചെയ്തു ആ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു പാക്കറ്റാണ്, ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാക്കറ്റാണ് LSP എന്ന് പറയുന്നത്. That is, next step is for each router to build a packet containing all the data. എല്ലാ ഡേറ്റയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പാക്കറ്റ് ബിൽഡ് ചെയ്യുക. ഇപ്പോൾ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റ് ബിൽഡ് ചെയ്യുക. പാക്കറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ സെൻഡർ followed by a sequence number and age and a list of neighbors. പാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്? സെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചിട്ടാണ്. സെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ സീക്വൻസ് നമ്പർ. സെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി, ദെൻ ഒരു സീക്വൻസ് നമ്പർ, ദെൻ ഒരു ഏജ് ആൻഡ് എ ലിസ്റ്റ് ഓഫ് നെയ്ബേഴ്സ് ആയിരിക്കും. പാക്കറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. സെൻഡർ ആരാണ് ആ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത് അയാളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാവും, പിന്നെ ആ പാക്കറ്റിൻ്റെ നമ്പർ ഒരു സീക്വൻസ് നമ്പർ ഉണ്ടാവും, പിന്നെ ആ പാക്കറ്റിൻ്റെ ലൈഫ്, അതാണ് ഏജ് എന്ന് പറയുന്നത്, പിന്നെ ആ പാക്കറ്റ് ഇപ്പോൾ എവിടെയൊക്കെ ആയിട്ടാണ് പോകേണ്ടത് അതിൻ്റെ ലിസ്റ്റ് ഓഫ് നെയ്ബേഴ്സ് അതും കൂടെ ആ പാക്കറ്റിൻ്റെ അകത്ത് ഉണ്ടാവും. ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് ആർ ബിൽഡ് ഐദർ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓർ വെൻ സം സിഗ്നിഫിക്കൻറ്റ് ഈവൻറ്റ് ഓക്കേഴ്സ്. ഇപ്പോൾ ഈ പാക്കറ്റ് ബിൽഡ് ചെയ്യുന്നത് ഒന്നേ അറ്റ് റെഗുലർ ഇൻ്റർവെൽസിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈവൻറ്റ് ഒക്കർ ചെയ്യുമ്പോഴായിരിക്കും. Okay, an example network is presented with cost shown as labels on the lines. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നെറ്റ്വർക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്.
ഒരു ഒരു എക്സാമ്പിൾ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ കോസ്റ്റ് ഉണ്ട്, ലൈൻസ് ലേബിൾസ് ആയിട്ട് കാണിക്കുന്നത് അത് തന്നെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കറസ്പോണ്ടിങ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് ഫോർ ഓൾ 6 റൂട്ടേഴ്സ് ആർ ഷോൺ. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ്, അപ്പോൾ 6 റൂട്ടേഴ്സിൻ്റെ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാക്കറ്റ് എയ്ക്കകത്ത് എന്തുണ്ടാവും? പാക്കറ്റ് എയ്ക്കകത്ത് അതിൻ്റെ ഐഡൻറ്റിറ്റി, ആ സെൻറ്ററിൻ്റെ ഐഡൻറ്റിറ്റി, ഇപ്പോൾ എ എന്ന് പറഞ്ഞ റൂട്ടറാണ്, അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് എ കാണിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് ഫോളോഡ് ബൈ സീക്വൻസ് നമ്പർ, പിന്നെ ഏജ്, പിന്നെ എന്താണ് അത്. ഇപ്പോൾ എൻ്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കുക, ബിയും ഉണ്ട് ഇയും ഉണ്ട്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന കോസ്റ്റ് എത്രയാണ്? 4, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ എയിൽ നിന്നും ഇയിലോട്ട് പോകുന്ന കോസ്റ്റ് എത്രയാണ്? 5, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെയ്ബർ എ ഉണ്ട്, സി ഉണ്ട്, എഫ് ഉണ്ട്. അപ്പം എ സി എഫ്. ഇനി എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നത് എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന കോസ്റ്റ് 4. ഇനി സിയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന കോസ്റ്റ് 2. പിന്നെ ബിയിൽ നിന്ന് എഫിലോട്ട് പോകുന്ന കോസ്റ്റ് 6. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് ബിൽഡ് ചെയ്തു. ഇനി അപ്പോൾ ഇങ്ങനെ ഒരു ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് ബിൽഡ് ചെയ്യാൻ ഈസിയാണ്. നമ്മുടെ ശരിക്കും ഹാർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ വെൻ ടു ബിൽഡ് ദം, എപ്പോഴാണ് നമ്മൾ ഈ പാക്കറ്റ് ബിൽഡ് ചെയ്യേണ്ടത്. ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് പീരിയോഡിക്കലി എനിക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസിൽ പാക്കറ്റിനെ ബിൽഡ് ചെയ്യാം. അനദർ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സിഗ്നിഫിക്കൻ്റ് ഒരു ഈവൻ്റ് ഒക്കർ ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഒരു നെയ്ബർ അല്ലെങ്കിൽ ഒരു ലൈൻ അല്ലെങ്കിൽ നെയ്ബർ ഗോയിങ് ഡൗൺ ആണെങ്കിൽ എന്ത് പറ്റും, ഈ ഒരു പാക്കറ്റ് ബിൽഡ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അങ്ങനെ വല്ലതും വരുവാണെങ്കിലും എന്ത് ചെയ്യും, ഒരു പാക്കറ്റിനെ ബിൽഡ് ചെയ്യും. ഓക്കെ, അപ്പം ദ തേർഡ് സ്റ്റെപ്പ് ഇസ് ബിൽഡിങ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്. ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് എന്താണ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ അകത്ത് എല്ലാ ഡേറ്റാസും കാണും. അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത് ഐഡൻറ്റിറ്റി ഓഫ് ദ സെൻറ്റർ, ദെൻ ഫോളോഡ് ബൈ സീക്വൻസ് നമ്പർ ഉണ്ടാകും, പിന്നെ ഏജ്, പിന്നെ നെയ്ബേഴ്സ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഹാർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ വെൻ ടു ബിൽഡ് ദ LSP. റെഗുലർ ഇൻ്റർവെൽസിലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ഈവൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈൻ അല്ലെങ്കിൽ നെയ്ബർ ഗോയിങ് ഡൗൺ ആണോ, അല്ലെങ്കിൽ കമ്മിങ് ബാക്ക് എഗെയിൻ ആണോ, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുമ്പോഴാണോ, അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് പാക്കറ്റ്സ് എന്ത് ചെയ്യുന്നത് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്. കമ്മിങ് ടു ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്. അപ്പം തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ബിൽഡ് ചെയ്തതിന് ശേഷം അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ പാക്കറ്റ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടേഴ്സ് ഗെറ്റിംഗ് ദ ഫസ്റ്റ് വൺസ് വിൽ ചേഞ്ച് ദർ. അപ്പോൾ ആദ്യം കിട്ടുന്ന റൂട്ടറിന് ആദ്യം ഇത് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, വിൽ ചേഞ്ച് ദർ റൂട്ട്സ്, അതിൻ്റെ റൂട്ട്സ് എല്ലാം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഡിഫറെൻറ്റ് റൂട്ടേഴ്സ് മേ ബി യൂസിങ് ഡിഫറെൻറ്റ് വേർഷൻസ് ആയിരിക്കും. ദാറ്റ് വിൽ ലീഡ് ടു ഇൻകൺസിസ്റ്റൻസി, ലൂപ്സ്, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ ഫ്ലഡിങ് എന്ന കൺസെപ്റ്റ്, നമ്മൾ ഫ്ലഡിങ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലഡിങ് യൂസ് ചെയ്തിട്ടാണ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ടു കീപ് ദ ഫ്ലഡ് ഇൻ ചെക്ക്, ഈച്ച് പാക്കറ്റിനകത്ത് ഒരു സീക്വൻസ് നമ്പർ ഉണ്ടാവും. ദാറ്റ് ഈസ് ഇൻക്രിമെൻറ്റഡ് ഫോർ ഈച്ച് ന്യൂ പാക്കറ്റ് സെൻഡ്. ഓരോ പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ സീക്വൻസ് നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ റൂട്ടേഴ്സും സോഴ്സ് റൂട്ടർ സീക്വൻസ്, ഈ സോഴ്സ് റൂട്ടറും ഈ സീക്വൻസ് നമ്പറും കൂടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അത് കാണുന്ന റൂട്ടറിനും സീക്വൻസ് നമ്പറും കൂടെ മോണിറ്റർ ചെയ്യും. അപ്പോൾ ഒരു പുതിയ ഒരു ലിങ്ക് പാക്കറ്റ് LSP വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ചെക്ക്ഡ് അഗെയിൻസ്റ്റ് ദ ലിസ്റ്റ് ഓഫ് പാക്കറ്റ്. അത് ഓൾറെഡി സീൻ ചെയ്ത പാക്കറ്റുമായിട്ട് ഇത് ചെക്ക് ചെയ്യും. അത് ന്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് ഫോർവേഡഡ് ഓൺ ഓൾ ലൈൻസ് എക്സെപ്റ്റ് ദ വൺ ഇറ്റ് അറൈവ്ഡ് ഓൺ. അതല്ലേ ഫ്ലഡിങ് എന്ന് പറയുന്നത്. ആ വന്ന ലൈൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ലൈനിലോട്ടും എന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യും, ആ പാക്കറ്റ് ഫോർവേഡ് ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ, ന്യൂ വൺ ആണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാ ലൈൻസിലോട്ടും സെൻഡ് ചെയ്യും എക്സെപ്റ്റ് ദ ലൈൻ വൺ ഇറ്റ് അറൈവ്ഡ് ഓൺ. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു പാക്കറ്റ്, if a packet with a sequence number lower than the highest one seen so far, അപ്പം അങ്ങനെയാണെങ്കിൽ
അത് റിജക്റ്റ് ചെയ്യും. കാരണം റൂട്ടർ ഹാസ് മോർ റീസെൻറ്റ് ഡേറ്റ. കാരണം റൂട്ടറിന് ഓൾറെഡി ഇത് കിട്ടിയ ഡേറ്റയാണ്. അത് അങ്ങനത്തെ വരുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും? അതിനെ റിജക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റിനെ ഡിസ്ട്രിബ്യൂട്ട്, ഈ ഒരു പ്രൊസീജിയർ ത്രൂ ആണ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, the last step or the fifth step is computing the shortest route. പാക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് റൂട്ട് ടു എവറി അതർ റൂട്ട്, ഫ്രം വൺ റൂട്ട് ടു എവറി അതർ റൂട്ട് എന്ത് ചെയ്യും? കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു വൺസ് എ റൂട്ട് ഇസ് അക്യുമുലേറ്റഡ് എ ഫുൾ സെറ്റ് ഓഫ് ലിങ്ക്, അപ്പോൾ എല്ലാ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺസ്ട്രക്ട് ദ എൻറ്റയർ സബ്നെറ്റ് ഗ്രാഫ്. ഒരു സബ്നെറ്റ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യും. കാരണം അതിൽ എല്ലാ ലിങ്കും റെപ്രസെൻ്റ് ചെയ്ത ഒരു സബ്നെറ്റ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യും. കാരണം എവറി ലിങ്ക് ഇസ് റെപ്രസെൻറ്റഡ് ട്വൈസ്, വൺസ് ഫോർ ഈച്ച് ഡയറക്ഷൻ. ഓക്കെ, the two values can be averaged or used separately. അപ്പോൾ ഡിജിസ്ട്രാസ് അൽഗോരിതം ഓരോ റൂട്ടറിലും റൺ ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കും ടു എവറി അതർ റൂട്ട്. ഡിജിസ്ട്രാസ് അൽഗോരിതം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡിജിസ്ട്രാസ് അൽഗോരിതം റൺ ചെയ്ത് ഓരോ റൂട്ടിൽ നിന്നും എവറി അതർ റൂട്ടറിലെ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട്, ഈ അൽഗോരിതത്തിൻ്റെ റിസൾട്ട് എന്താണ്? ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഇൻ ദ റൂട്ടിംഗ് ടേബിൾസ് ആൻഡ് നോർമൽ ഓപ്പറേഷൻസ് റെസ്യൂംഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റിനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺസ്ട്രക്ട് ദ സബ്നെറ്റ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യും. ആ സബ്നെറ്റ് ഗ്രാഫിൽ വിൽ റൺ ദ ഡിജിസ്ട്രാസ് അൽഗോരിതം ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ടു എവറി അതർ റൂട്ട്. ദാറ്റ് ഈസ് കൺസ്ട്രക്ട് ദ ഷോർട്ടസ്റ്റ് പാത്ത് ടു ഓൾ പോസിബിൾ ഡെസ്റ്റിനേഷൻസ്. A result of this algorithm, it can be installed in the routing tables and normal operation resumed. ഓക്കെ, അപ്പോൾ ഇതാണ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ LSR ഓർ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എ മെത്തേഡ് ഇൻ വിച്ച് ഈ ഓരോ റൂട്ടറും അതിൻ്റെ ആയിട്ടുള്ള നെയ്ബർഹുഡ് ഇൻഫോർമേഷൻ വിത്ത് എവരി അതർ റൂട്ടർ ഇൻ ദ നെറ്റ്വർക്ക് ഷെയർ ചെയ്യും. പിന്നെ ഇതിൻ്റെ റൂട്ടിംഗ് സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് 5 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് അബൌട്ട് ദ നെയ്ബേഴ്സ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷറിംഗ് ലിങ്ക് കോസ്റ്റ്. തേർഡ് സ്റ്റെപ്പ് ബിൽഡിംഗ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്. ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് കമ്പ്യൂട്ടിംഗ് ദ ഷോർട്ടസ്റ്റ് റൂട്ട്. ഇതാണ് LSR ഓർ ദ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.